ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഇപ്പോൾ അരുൺകുമാർ കൂടി ഈ കാര്യത്തിൽ ഒരു വിസ്തീർണം താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതാണല്ലോ, പാർട്ടിയാണ് പറയേണ്ടത്, പാർട്ടിയുടെ നിലപാട് എന്നുള്ള കാര്യമാണ് അരുൺകുമാർ വിസ്തീരിച്ചത്. പക്ഷെ അപ്പോഴും PR ഏജൻസിക്കെതിരെ കേസ് കൊടുക്കുമോ, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതിന്മേൽ പിന്നീട് തീരുമാനം വരും എന്ന് പറയുന്നു. അപ്പോൾ അതിനത്രയൊരു തിടുക്കമില്ല, ഇങ്ങനൊരു വഞ്ചന കാട്ടിയവരോടൊരു തിടുക്കമില്ല. സ്മൃതി, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജയസൂര്യൻ അടക്കം പറഞ്ഞ ചില പ്രശ്നങ്ങളൊന്ന് പരാമർശിക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ടങ്ങ് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഈ കേരളത്തിൽ 28% മുസ്ലിം ജനസംഖ്യ. ഇതിൽ LDFന്റെ ഷെയർ എന്ന് പറയുന്നത് 7% വരും. അതറിയാൻ വയ്യാത്ത ആരും ഈ പാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് 16-17% വരും ലീഗിനുള്ളത്. 1% SDP-ക്ക്, ഒരു 0.5% വെൽഫെയർ പാർട്ടിക്കൊക്കെ ആയിട്ട്, പിന്നെ കോൺഗ്രസിന് കുറച്ചുണ്ട്, ലീഗിനും കുറച്ചുണ്ട്. ലീഗിനല്ല, BJPക്കും കുറച്ചുണ്ട്. അങ്ങനെയാണ് അത് വരിക. ഇത് ഈ 7% അവിടെ തന്നെ ഉണ്ടെന്നേ, അത് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു സംഗതി. അതവിടെ നിൽക്കുമ്പോഴാണ് ജയസൂര്യൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് പരിശോധിക്കാൻ ഈ ചർച്ചയിൽ പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മടിയുണ്ടായിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനുള്ള സമയം താങ്കൾക്ക് അനുവദിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ഖേദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് ഞാൻ തൽക്കാലം. പിന്നെ ഈ ഹിന്ദു ഇഷ്യൂവിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ മാധ്യമ നൈതികത തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമെന്നാണ് ഞാൻ കാണുന്നത്. അത് കൃത്യമായിട്ടുമുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു എഡിറ്റർ ഹിന്ദുവിനെ പോലുള്ള ഒരു പത്രത്തിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഹിന്ദുവിനെ നമ്മൾ കാണുന്നത് എന്താണ്, അവർക്ക് ദാർശനികമായും രാഷ്ട്രീയമായും ഒരു ഇടതുപക്ഷ ബേസാണുള്ളത് എന്നാണ് വിലയിരുത്തപ്പെട്ട് പോന്നിട്ടുള്ളത്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് കുറച്ച് നാളായിട്ടുള്ള മറ്റൊരു കാര്യം, എങ്കിലും പൊതുവിൽ അങ്ങനെയാണ് വിലയിരുത്തപ്പെട്ട് പോരുന്നത്. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് കൂടി പറയുന്നവരുണ്ട് വിമർശന സ്വഭാവത്തിൽ. ഏതാണ് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയുന്നവർ കൂടിയുണ്ട് ഹിന്ദുവിനെ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അതൊക്കെ പിന്നെ റാമിനെ തന്നെ പുറത്താക്കിയല്ലോ അവര്, സിദ്ധാർത്ഥരാജനെയും പുറത്താക്കി. അതൊക്കെ ആ സമയത്തോടുകൂടി തന്നെ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെയുള്ള ആ ക്ലീഷയൊക്കെ കഴിഞ്ഞു. അത് ഹിന്ദു പത്രത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആരും അങ്ങനെ ഇപ്പം പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദു വായിക്കാത്തവരാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഏതായാലും അങ്ങനെ ഹിന്ദു എന്ന പത്രത്തിൻ്റെ എഡിറ്റർ എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന, മാധ്യമ നൈതികത ലെവലേശം തൊട്ട് തെറിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഹിന്ദുവിന്റെ വിശദീകരണമായിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാം മുമ്പിലുള്ളത്. ഒരു എഡിറ്റർ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും വന്നില്ല. അത് ഇപ്പം അരുൺകുമാർ പറഞ്ഞല്ലോ, അത് ഇനിയുള്ള ദിവസങ്ങൾ വരുമായിരിക്കും. ഇന്നത്തെ അവരുടേതായ തിരക്കുകൾ, ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും, അതുകൊണ്ടായിരിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനി അത് വരുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെ അലക്ഷ്യമായിട്ട് വിടാൻ മുഖ്യമന്ത്രിക്ക് മേലെ ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ട് ശ്രീ ജയേന്ദ്രൻ, ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ട്. RSS ADGP ചർച്ച എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചാപ്പ കുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു പ്രതികരണം, വിമർശനം ഉയർത്തുന്നില്ല എന്നൊരു ആരോപണം ഇവിടെ എയറിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് മറിച്ചുള്ള വാദങ്ങൾ അത് ലീഡാക്കി അതുകൂടി ചേർത്തുകൊണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഒരു PR ഏജൻസിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അത്ര ശക്തമായി പ്രതികരിക്കേണ്ട സമയമല്ലേ? അതിന് ഇനിയും അങ്ങോട്ട് സമയം കൊടുക്കുക എന്ന് പറയുമ്പോൾ സംശയകരമല്ലേ ശ്രീ ജയേന്ദ്രൻ? അല്ല സ്മൃതി, ഈ ചാപ്പകുത്തൽ എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെ കുറെ കാലമായി അഴിമതിക്കാരനായിട്ട് ചാപ്പകുത്താൻ എത്രയോ തീവ്ര ശ്രമങ്ങളാണ് നടന്നു പോന്നിട്ടുള്ളത്. ഏതാണ്ട് അതിൻ്റെ അന്ത്യത്തോടടുക്കുകയാണ്. അഴിമതിക്കാരൻ എന്നുള്ളത് മറ്റു പല, ഞാനതിൻ്റെ നിയമപരവശങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ കൂടെ ഒന്നിച്ച് വരുന്നുണ്ടല്ലോ ഇപ്പം ഏതാണ്ട്. അപ്പോൾ ഇനി പുതിയ ഒരു ചാപ്പയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പലരും, വർഗീയവാദിയായി ചാപ്പ കുത്താനുള്ളത്. മറ്റേതിൻ്റെ ഏതാണ്ട് അന്ത്യത്തോടടുക്കുന്നു. അപ്പോൾ ഇനി പുതിയ ചാപ്പ കണ്ടെത്തുകയാണ്. ആ ചാപ്പയിലൊന്നും കുത്താൻ കഴിയുന്ന ആളാണ് പിണറായി വിജയൻ. ഇപ്പം അൻവർ എന്ന് പറഞ്ഞല്ലോ, പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് ഞാൻ പറയില്ല എന്ന് അൻവറിന് പോലും പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അൻവറിന് പിണറായിയോട് ഇന്ന് ഇഷ്ടം കൂടിയതുകൊണ്ടാണോ? അല്ലല്ലോ, അതാ നിലപാട് കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ആ ചാപ്പ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പോകാത്തത്. അതുകൊണ്ടാണ് കേട്ടോ.
താങ്കളുടെ ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഞാൻ മറുപടി പറയൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ചാപ്പകളിലൊന്നും ഒരർത്ഥവുമില്ല. പക്ഷേ ഈ പ്രശ്നം അത് ഈ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എത്തിക്കൽ എന്താണ് ഒരു ഇടപെടൽ അല്ല ഹിന്ദുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഞാൻ പറയൂ. മറ്റേ PR ഏജൻസി അല്ല അതിൻ്റെ അകത്ത് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ മുഖ്യമന്ത്രിയോ അല്ല കുറ്റം പറയേണ്ടത്. ആര് നിയോഗിച്ച PR ഏജൻസി എന്നുള്ള ചോദ്യം അവിടെ ഏറി നിൽക്കുകയാണ് ശ്രീജയേന്ദ്രൻ. അങ്ങനെ ഒരു ചോദ്യം താങ്കൾക്കുമില്ലേ? ആര് നിയോഗിച്ചാണ് ഈ PR ഏജൻസിയെ? ആർക്ക് വേണ്ടി വന്നു? അല്ലാതെ ആർക്ക് വേണ്ടി ഈ വാചകങ്ങൾ തിരികെ കയറ്റുന്നു? അതിന് മറുപടി കിട്ടണ്ടേ? നമുക്കറിയാം. അല്ലാതെ അത് അങ്ങനൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതപ്പെട്ടു പോകുന്നത്. എന്താണെന്നറിയാമോ? ഈ പ്രശാന്ത് കിഷോർ ഇപ്പൊ എവിടെയാണ്? പ്രശാന്ത് കിഷോർ എങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്? ഇതറിയാൻ വയ്യാത്ത ആളല്ലോ ജയസൂര്യൻ. ആണോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരാണോ? അല്ലല്ലോ. പ്രശാന്ത് കിഷോറിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? അതുപോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞു വന്ന അനലിസ്റ്റുകളുടെ പലരുടെയും നില ഇപ്പൊ എന്താണ്? അതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളായി പ്രവർത്തിക്കുന്നവർ. ഇതൊരു ഏജൻസിയാണല്ലോ. ഈ ഏജൻസി എങ്ങനെ പ്രവർത്തിക്കുന്നു? ഏജൻസിയിലെ രണ്ടാളുകൾ വന്ന് ഇത്തരം കാര്യങ്ങൾ അങ്ങ് നിശ്ചയിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒരു സ്വകാര്യ PR കമ്പനിയുടെ പ്രതിനിധികൾക്ക് അതിൽ ഒപ്പം ഇരിക്കാൻ പറ്റുന്നു, അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റുന്നു, അതങ്ങനെ വരുത്തുകയും ചെയ്യുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയുന്നേയില്ല. ഇതെന്തായി കേൾക്കുന്നത്? അല്ലാതെ ഞാൻ സ്മൃതി ഞാൻ പറഞ്ഞ അതാണ് ആദ്യത്തെ വാചകം തന്നെ. PR ഏജൻസി കേസ് ആൻഡ് അപ്രോച്ച് ദ ഹിന്ദു ഓഫറിംഗ് ആൻ ഇന്റർവ്യൂ വിത്ത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഹിന്ദുവിനെ പറ്റിയുള്ള ധാരണയാണ് തകരുന്നത്. പിണറായിയെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയുണ്ട് വ്യക്തിപരമായി എന്താണ് പിണറായി വിജയൻ എന്നുള്ള ധാരണയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് തകരില്ല. അങ്ങനെ PR ഏജൻസിക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് പിണറായി വിജയനെ ഞാൻ ഇപ്പോഴും ഈ നിമിഷവും കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ കഴിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതാമോ? എഡിറ്റർ ഇല്ല എന്ന് നിയോഗിച്ചിട്ടില്ല. നിസ്സംശയം പറയാം, നിയോഗിച്ചിട്ടില്ലെന്നേ ഇല്ല. ഇതിന്റെ അകത്ത് മറ്റു ചില പണികൾ നടന്നിട്ടുണ്ട്. ആ പണികളാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ പണികൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിൽ അതിശക്തമായ പ്രതികരണവും കേസ് കൊടുക്കുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ആ പ്രതികരണം വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയേണ്ടത്.